നമസ്കാരം, സുമിയാണ്. അപ്പോൾ ഇന്ന് അരുണേട്ടനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ലൈഫ് ഓഫ് അൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർവെസ്റ്റിംഗ് നടത്താൻ പോലെ അരുണേട്ടാ. നമ്മൾ കുറച്ച് കിഴങ്ങും കുറച്ച് സാധനങ്ങളൊക്കെ പറിക്കാണ്ട്. അപ്പോൾ എന്തായാലും കുറേ ആയി നമ്മൾ വിചാരിക്കുന്നില്ലേ ആ കിഴങ്ങൊക്കെ പറിച്ചെടുക്കണമെന്ന്. മഴയായിരുന്നു, ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിലാണ്. ഈ മഴയത്ത് ചീഞ്ഞ് പോയോന്നും അറിയത്തില്ല കിഴങ്ങൊക്കെ. തങ്കൂനെ അയച്ചു വിടുന്നു, വെയിലായതുകൊണ്ട് അവന് കുറച്ച് നേരം പുറത്ത് കളിക്കട്ടെ അയച്ചു. പക്ഷെ തങ്കൂനെ അയച്ചു വിട്ടാൽ ആകെ ചെളിയാക്കും, അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് നേരെ ഹാർവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? തങ്കുമണിയേ, എന്തെന്നാടാ? തങ്കുവിൻ്റെ മുടിയൊക്കെ വെട്ടാനായി. എന്താണ് സുന്ദര? ബാനെ തുറന്നു വിടാം, നമുക്ക് പോവാം. ഒരു ബാ വരൂ വരൂ വരൂ. എങ്ങോട്ട് തങ്കുവോ? ഇങ്ങോട്ട് വാ. ഇവിടെ ഞാൻ നെൽസനെ വിളിക്കട്ടെ കേട്ടോ, നമുക്കത് കളച്ചെടുക്കണം. നെൽസൺ, എടാ തങ്കു, നെൽസൺ ഹോ സ്മോൾ ഹോ സ്മോൾ. തങ്കു ഇങ്ങോട്ട് വാ. അപ്പോൾ ഞങ്ങൾ കിഴങ്ങ് പറിക്കാൻ വേണ്ടി പോകും. ആദ്യം ഞങ്ങളിവിടെ ഒരു കന്നാസ് പോലത്തെ ഈ സാധനത്തിൽ നട്ട കിഴങ്ങാണ് പറിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിലൊന്ന് 2 തണ്ണിമത്തനുണ്ടായിരുന്നല്ലോ, അതിനുള്ളിലുണ്ടല്ലേ? അതിൻ്റെ ഉള്ളിലുണ്ട്, പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ 2 കായ ഉണ്ടായിട്ടുള്ളൂ. തങ്കു, ഈ മത്തങ്ങ പറിച്ച് കേടായി പോട്ടോ. മത്തല്ല, കുമ്പളം. എടാ തങ്കു, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിഴങ്ങുണ്ട്. നമ്മൾ കണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കിഴങ്ങുള്ളത്. പക്ഷേ ചീഞ്ഞ് പോയെന്നറിയില്ല. പൊട്ടാറ്റോ ഹാർവെസ്റ്റിംഗ്. നെൽസൺ ഹോയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ളൊരു തൂമ്പയാട്ടോ, കുഞ്ഞിത്. നമുക്ക് പെട്ടെന്നെല്ലാം പറിച്ചെടുക്കാനൊക്കെ. ഇതിനെ ഓട്ട ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ഗ്ലൗസ്, അവന് ഗ്ലൗസ് വേണ്ടെന്നാണ് അവൻ എപ്പോഴും പറയാറ്. മുളച്ചു തുടങ്ങിയോ? ഇതെന്താണെന്ന് പറയുക, കിഴങ്ങിൻ്റെ പ്രത്യേകത, കിഴങ്ങിൻ്റെ തണ്ട് നല്ലോണം മെച്ചൂറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഉണങ്ങിപ്പോവും. അപ്പം നമുക്കറിയില്ല എവിടേക്കാണ് കിഴങ്ങ് കിടക്കുന്നതെന്നുള്ളത്. പങ്കോണെ കണ്ടോ, വലിയ കിഴങ്ങ് കണ്ടോ? പിന്നെ നമ്മൾ മണ്ണിൽ കാണാതെ കിടക്കുന്ന കിഴങ്ങൊക്കെ പിന്നീട് മുളച്ച് വരും കേട്ടോ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിൻ്റെ ഉള്ളിൽ കിഴങ്ങുണ്ടായിരുന്നു ബാക്കിന്ന്. വലിപ്പമുണ്ടല്ലേ ഏട്ടനേട്ടാ? ഉണ്ടോ? അത്യാവശ്യം വലിപ്പമുണ്ട് നമ്മളെ കിഴങ്ങിന്, നഷ്ടമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഉണ്ടാകും. ആ, ഇഞ്ചി ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. മൊത്തമില്ലേ? ഇഞ്ചി ആയാവല്ലേ? ഇല്ല, ഇതൊക്കെയോ ഉണ്ടായിരുന്നില്ല. ഒന്നും കാണാത്ത, ചീഞ്ഞു പോയോ? ഇഞ്ചി ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ, കണ്ടോ ഇഞ്ചി അവിടെ. പക്ഷെ ഇപ്പം ഇഞ്ചി പറിക്കണ്ട, നമ്മളെ കയ്യിലുള്ള ഇഞ്ചി കഴിയുമ്പോൾ പറിക്കാം. ഇഞ്ചി കഴിക്കുമ്പോഴല്ല നല്ല ഉണങ്ങി വീഴണം. ഇഞ്ചിൻ്റെ മഞ്ഞപ്പായ ഏത് തണ്ടോ? ഇല്ലേ, ഈ ഒരൊറ്റ മൂടുള്ള, ബാക്കി മൂടൊക്കെ എന്തിനാ ഒരുപാട് നട്ടാനുള്ളതിൽ. ഞാൻ വിചാരിക്കേണ്ടത് ഇതെല്ലാം പറിച്ച് കഴിഞ്ഞിട്ടേ ഈ മണ്ണ് പുറത്തേക്ക് ഇട്ടിട്ട് ഉണക്കണം, അല്ലെങ്കിൽ ഇതിന് ഓട്ടം ഇട്ട് കൊടുക്കണം. ഭയങ്കര നീർവാഴ്ചയാണ് ഈ മണ്ണിക്ക്. അല്ല, അടിയിൽ ഓട്ടിട്ട് കൊടുത്താൽ മതി. ഇത് മണ്ണ് എടുക്കേണ്ട ആവശ്യമില്ല, നല്ല 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 കറുത്ത മണ്ണാണ്. എന്താ വെച്ചാൽ ഓട്ടിടാത്തതുകൊണ്ട് പെയ്ത മഴവെള്ളമൊക്കെ ഇതിൽ തന്നെ നിന്ന്, അതുകൊണ്ട് ചെയ്യാനൊക്കെ കിഴങ്ങുകളൊന്നും തന്നെ കാണാനില്ല. പറയാൻ പറ്റില്ല. ഇത് ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്നതാണ്. ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മൂക്കുമ്പോൾ അവർ ചിലപ്പോൾ പറിച്ചുകൊണ്ട് പോകും കേട്ടോ. നമ്മൾ പിന്നെ അത്ര മൈൻഡാക്കാറില്ല. ഇല്ല കേട്ടോ, നമ്മളെ കിഴങ്ങുകളൊന്നും തന്നെ കാണാനില്ല. ദൈവമേ, ഞാൻ ഇവിടെ കുറേ നട്ടതാ.
കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ കിഴങ്ങിൻ്റെ ചെടികളൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. ചീഞ്ഞു പോയി 2 എണ്ണം. എന്നാൽ ചീഞ്ഞു പോയാലും ബാക്കി ഒരുപാട് കാണേണ്ടതാണ്. ഹാർവസ്റ്റിംഗ് ടൈം തെറ്റിയാലും ചീഞ്ഞേൻ്റെ തോടും ബാക്കിയൊക്കെ അതിൽ കാണേണ്ടതാണ്. ഒരുപാടുണ്ടായിരുന്നു. ഇത് മൊത്തം ഞാൻ കിഴങ്ങ് നട്ട സ്ഥലമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് പൊട്ടറ്റോ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിട്ട് ഒരു പൊട്ടറ്റോ ഹാർവെസ്റ്റിംഗ് എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ എല്ലാവർക്കും കാണാമല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന പൊട്ടറ്റോസൊക്കെയാണ്. പക്ഷേ കുറേ ചീഞ്ഞ് പോയി, കുറേ ഇല പോയി എന്ന് പറയത്തില്ല. എന്തായാലും നമുക്ക് 1-2 കറിക്കുള്ള പൊട്ടറ്റോസൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഒറ്റ വ്ളോഗ് പൊട്ടറ്റോ ഹാർവെസ്റ്റിംഗ് കാണിക്കാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇത് അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ മറ്റുള്ള പച്ചക്കറികളൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരെയും മുഷിപ്പിക്കാതെ കുറച്ച് നമുക്ക് എന്താ പറയുക മറ്റുള്ള പച്ചക്കറികളും കൂടെ ഹാർവെസ്റ്റ് ചെയ്യാം. വേറൊന്നുമല്ല, പോരുന്നതിന് മുന്നേ വിളവെടുക്കാനായിട്ടുള്ള പച്ചക്കറികളൊക്കെ പറിച്ചെടുത്ത് നമുക്ക് എന്തെങ്കിലും കറികളിലേക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ പോരാനായ സമയത്ത് എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് പോരാനായ സമയത്ത് ഒരുപാട് പച്ചക്കറികളൊക്കെ വാങ്ങി കിച്ചണിൽ വെക്കേണ്ടെന്ന് വിചാരിച്ചു. കാരണം നമ്മളത് ഉപയോഗിച്ചില്ലേ പിന്നെ കേടായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റിനുള്ള എന്തെല്ലാം പച്ചക്കറികളുണ്ടോ ആ പച്ചക്കറികൾ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഹാർവെസ്റ്റിങ് നിർത്തിയിട്ട് തൊട്ടപ്പുറത്ത് ഞാൻ കുറച്ച് ഐറിഷ് പൊട്ടറ്റോയും കൂടെ നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സാധാരണ പൊട്ടറ്റോ ആണ്. അപ്പോൾ ഇനി അതും കൂടെ നോക്കാം കേട്ടോ. 2 കുമ്പളം ഉണ്ടായിട്ടുണ്ട്, നെയ്ക്കുമ്പളം. ഇങ്ങനെ വള്ളിയൊക്കെ ഉണങ്ങിപ്പോയി. ഈ ഒരു ഫെൻസിങ്ങിൽ തട്ടിയിട്ട് ഉണങ്ങിപ്പോയതാട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ല മൂർച്ചയുള്ള ഫെൻസിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ വള്ളിയൊക്കെ ഇതിൽ തട്ടിയിട്ട് തന്നെ അതിൻ്റെ നീരൊക്കെ പോയി അങ്ങനെ വള്ളികളെല്ലാം ഉണങ്ങിപ്പോയിട്ടോ. അപ്പോൾ ഇത് 2ഉം പറിച്ചെടുക്കാൻ വെച്ചു. പിന്നെ ഇതിലെന്തോ പ്രാണി കുത്തിയിട്ട് ഇതും കേടായിപ്പോയി. അപ്പോൾ നല്ലത് ഇപ്പോൾ അതന്നെ ഉള്ളൂ, പറിച്ചെടുക്കാൻ വെച്ചു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കിഴങ്ങ് ഇത് എത്ര ഉള്ളൂ കേട്ടോ. ബാക്കി കുറച്ച് ചീഞ്ഞു പോയി, ബാക്കി എവിടെ പോയി എന്ന് എനിക്കും അറിയില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടുന്ന് മഞ്ഞക്കിഴങ്ങ് കിട്ടിയിട്ടുള്ളത്. 2 നേരത്തെ സാമ്പാറിലിടാനുള്ളതുണ്ട് അല്ലേ. നമുക്ക് ഐറിഷ് പൊട്ടറ്റോ പറിച്ചു നോക്കാം. അടുത്തത് ഈ ഒരു ബെഡിലും ആയിട്ട് നമ്മൾ കിഴങ്ങ് നട്ടിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ പറിക്കാം. ഇതും സമയം കഴിഞ്ഞ് പോകണ്ടല്ലോ. ഇതിലൊക്കെ കുറേ നട്ടതാണ്, എത്രത്തോളം കിട്ടുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഐറിഷ് പൊട്ടറ്റോസ് ആണെന്നുണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇത് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. നമ്മളിത് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഗാർഡൻ ബോയൊക്കെ പറഞ്ഞു കുറച്ച് NPK ഒക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഉണ്ടാകുമെന്ന്. നമ്മൾ NPK ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെരും മഴ അതുകൊണ്ട് എല്ലാ വളവും ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അടിയിലും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പൊട്ടറ്റോ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു പരാജയമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, 1-2 തവണ നമ്മുടെ സാമ്പാറിലിടാനൊക്കെ ഉള്ള പൊട്ടറ്റോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓരോ ദിവസത്തെ ഓരോരോ വിളവെടുപ്പും ഓരോ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും നോയ്സൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മൈക്ക് കയ്യിലില്ല, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും വോയിസിൻ്റെ കാര്യത്തിൽ ആർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചു തരണം കേട്ടോ. ഈ ഒരു പൊട്ടറ്റോയ്ക്കും എന്തോ പൊട്ടറ്റോയുടെ ഇലയ്ക്കൊക്കെ എന്തൊക്കെയോ കീടങ്ങളുടെ ആക്രമണം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ പൊട്ടറ്റോ ഉണ്ട്, പക്ഷെ വലുപ്പം വെച്ചിട്ടില്ല. ഭയങ്കര സങ്കടമായി പോയിട്ട് എന്തായാലും പൊട്ടറ്റോൻ്റെ കാര്യത്തിൽ. എന്തായാലും ഈ 2 ബെഡ് ഒന്ന് കുഴിച്ചു നോക്കാം. വെള്ളം താങ്കോ വിളിക്കുമ്പോൾ പേടിച്ച് ഓടിയാൽ മതിട്ടോ. താങ്കോ ചില ചെടീൻ്റെ മൂട്ടിൽ ഒരുപാട് ഐറിഷ് പൊട്ടറ്റോസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മളത് വലുപ്പമാവുന്നതിന് മുന്നേ പറിച്ചും ചെയ്തു. അല്ലാത്തതൊക്കെ ചിലത് മുളച്ചും വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു കീടബാധ വന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഓരോ മൂട്ടിലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിത് വലുതായില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ഇതിവിടെ നിർത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോഴേ നമുക്ക് മഴയില്ലാത്ത സമയം നോക്കിയിട്ട് കുറച്ച് ചതുരപ്പയർ പറിച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ നോറ്റുണ്ടാക്കിയതാണ് ഈ ചതുരപ്പയർ. 1 വർഷത്തോടെ ഞാൻ ഇതിൻ്റെ പുറകെ നടന്നു കേട്ടോ. കാരണം ഇതങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഉണ്ടായാൽ തന്നെ അതിൽ കായൊന്നും ഉണ്ടാവുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പറിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പെരും മഴയായിരുന്നു. അപ്പോൾ നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പോൾ മഴ ഇല്ലാത്ത ഈ സമയത്ത് നമുക്ക് കുറച്ച് ചതുരപ്പയർ പറിക്കാം കേട്ടോ. ഇവിടെ വെക്കാം, താഴ്ച അവിടെ നോട്ടെ. കണ്ടോ നല്ല അടിപൊളി ചതുരപ്പയറുണ്ടായിങ്ങനെ. മൂത്ത് പോണതിന് മുന്നേ ഇത് പറിക്കണം എന്ന് വെച്ചിട്ടാ.
അല്ലോ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് മേടിച്ചതാണ് ഇതിൻ്റെ വിത്ത്. ഇത് മൂത്ത് പോകുന്നു. ഇതാണെന്നോട്ടെ വിത്തിന്. ഓക്കെ, ഇതൊക്കെ പറിച്ചെടുക്കാം. അടിപൊളിയല്ലേ? അതെ, എന്തോരം ചെതിരിപ്പറ. ഞാൻ അപ്പുറത്തും കൂടി ഉണ്ടാകും കൂടി പറക്കട്ടെ, എന്തെങ്കിലും ഒരു തോട്ടത്തിന് തികയുള്ളൂ. ഇത് എത്ര ഉണ്ടാക്കിയാലും പരനേടേക്ക് മോളത്തൊക്കെ പറിച്ചു കേട്ടോ. ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ മഴ ഇതിനൊന്നും അധികം അങ്ങോട്ട് നിർത്താൻ സമ്മതിക്കുന്നില്ല. കണ്ടില്ലേ, ഇതിൻ്റെ പല ഭാഗത്തും ചീനുണ്ട് ഇലയൊക്കെ. അപ്പുറത്തെ സൈഡിൽ എന്നിട്ട് അങ്ങനെ ചുറ്റി അതിൽ വന്നാൽ മതി. അത് നമുക്ക് വിത്തിന് നിർത്താം. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ഒരു 2 തക്കാളി, പച്ചമുളക്, പയറൊക്കെ ഒന്ന് നട്ടു നോക്കിയിട്ട് പറിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അതെ, പറിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ടോ, നമ്മളിപ്പോൾ ഒരു പറക്കലിന് ഇത്രയും ചതുരപ്പയർ കിട്ടി. മൂത്തത് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വിത്തിന്. മൂത്ത വലുതുണ്ടെങ്കിലോ ഇല്ലേ അല്ലേ? ആവുന്നുള്ളൂ. ഇനി കുഞ്ഞു കുഞ്ഞിതാണല്ലേ, അതെന്തായാലും വലുതാവട്ടെ കേട്ടോ. പിന്നെ ഈ കാണുന്ന എന്താണെന്നറിയോ? ദേ കറ്റാവാഴേൻ്റെ പൂവാണ്. ഇതല്ല കറ്റാവാഴേൻ്റെ പൂവ് കളിച്ചിങ്ങനെ. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇതുണ്ട്, നല്ല ഭംഗി. മണമൊന്നുമില്ല കേട്ടോ ഈ പൂവിന്. ഞാനെന്തായാലും നമ്മുടെ ചതുരപ്പയർ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. അതിപ്പോൾ വൈകുന്നേരമായി. ഇനിയിപ്പോൾ തോരനൊന്നും വെക്കണില്ലല്ലോ, നാളെയല്ലേ വെക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാളെ നമുക്കിതുകൊണ്ട് തോരൻ വെക്കാം. കുറച്ച് ദിവസമായി ഞാൻ പറിക്കാൻ വിചാരിക്കുന്നു. മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇപ്പോഴാണ് മഴ ഒന്ന് മാറി പുറത്തിറങ്ങാൻ ഉള്ള സിറ്റുവേഷൻ ആയത്. അപ്പം ഞാൻ എൻ്റെ ഉള്ളി ഒന്ന് പറിച്ച് നോക്കാൻ കേട്ടോ, ഉള്ളിയൊക്കെ ഉണ്ടോ എന്നുള്ളത്. കുഴപ്പമില്ലാത്ത വലുപ്പമുണ്ട്. വീട്ടിലെ ഉള്ളിയെല്ലാം തീർന്നു. അതേ ചീഞ്ഞ് പോയി ഉള്ളി. കറക്റ്റ് സമയത്ത് പറിച്ചില്ലെങ്കിൽ ചീഞ്ഞ് പോട്ടത്. വലിയ വലുപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ഉള്ളി നല്ല വലുപ്പമുണ്ട്. ഇതൊക്കെ നമ്മൾ വിത്തിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. തൽക്കാലത്തെ ഉപയോഗത്തിന് ഇത്ര ഉള്ളി മതി. ബാക്കി ഉള്ളി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറിക്കാം. അപ്പം നമ്മൾ ഇന്ന് ഈ ചേമ്പിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി പോവാട്ടോ. നമ്മളൊരു പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. രാവിലെ നമുക്ക് പിള്ളച്ചേട്ടൻ നല്ല മൂത്തൊരു കപ്പ കൊണ്ടു തന്നിട്ടുണ്ടേ. അപ്പോൾ അതിൻ്റെ മുന്നേ പിള്ളച്ചേട്ടൻ 2 വാഴക്കയും കൊണ്ട് തന്നിരുന്നു. അപ്പോൾ ഒരു ചേമ്പും കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു, ഞങ്ങളൊക്കെ പുഴുക്കുന്ന പറയാം, വേറെ നാട്ടിലെന്താ അസ്ത്രോ അങ്ങനെ എന്തോ പറയും തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചേമ്പുണ്ടോ നോക്കാൻ പോവാണ്. ചാൻസ് കുറവാണ്. ഒരു കുഞ്ഞ് ചേമ്പ് കിട്ടിയാലും മതി. നമുക്ക് തൽക്കാലം ഒന്ന് ഇടാൻ. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുടയൊക്കെ ചൂടിയാൽ നിൽക്കണേ. കാരണം ഇവിടുത്തെ വെയിൽ കൊണ്ട് അപ്പം നമുക്ക് തലവേദന എടുക്കും. അധികം വെയിലത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. പിന്നെ എൻ്റെ തുണികളെല്ലാം വെയിൽ വന്നപ്പോൾ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഉപയോഗിക്കാതെ വെച്ചതിന് തുണികളായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് പാകമുള്ളതൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം, അല്ലാത്തതൊക്കെ ഇവിടെ വെക്കാം. അതും അല്ലാത്തതൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം കൂടെ എടുത്ത് വെയിലത്തെടുത്തിട്ടുണ്ട്. എപ്പോഴാണ് പെട്ടെന്ന് മഴ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ കണ്ടില്ലേ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് വെയിലത്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കഴങ്ങയിലുണ്ടായാൽ മതിയെന്ന്. ഇല്ലേ കുഞ്ഞി ചേമ്പ്. അയ്യോ പറ്റ കുഞ്ഞിതാണ്. ഇത്
ഉള്ളൂ, അത് വലിയ വലിപ്പമൊന്നുമില്ല. ഇത് നമുക്ക് നടുവും വേണം കേട്ടോ. നമുക്ക് ഈ താട ഇവിടെ തന്നെ നടാം കേട്ടോ. അതൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ ആരും നോക്കാനൊന്നും പോകണില്ലാന്നേ. നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല ചേമ്പിൻ്റെ വിത്തൊക്കെ കൊണ്ടുവരാം. തൽക്കാലം അതിപ്പോൾ ഇവിടെ നടാം. മാസിയെ പിന്നെ നമുക്കിവിടെ 2, 3, 4 മൂട് 4-5 മൂട് ചേമ്പുണ്ട്. അപ്പം ഈ ഇതൊന്നും വലുതായിട്ടില്ല കേട്ടോ. നമുക്ക് ചേമ്പ് വലുതായെന്ന് കണ്ടാൽ അറിയില്ല, നല്ല വലുപ്പത്തിൽ പോകും ഇതിൻ്റെയൊക്കെ ഇല. ഇനി ഇത് ഇത്ര വലുപ്പമുള്ളൂ എനിക്ക് അറിയില്ല. അപ്പം ഈ മൂടിൻ്റെ ഉള്ളിലും കൂടെ ഉണ്ടോ നോക്കാം നമുക്ക് കേട്ടോ. ഉണ്ടെങ്കിൽ അതും കൂടെ പറിക്കാം. അപ്പം അതൊന്ന് കിട്ടി ഇതേ 1-2 ഉള്ളൂ. ഈ മുള വരുന്നതൊക്കെ ചാക്കിൽ തന്നെ നടണം. ഇവൻ നെൽസന് അറിയില്ല, കാരണം ഈ ഭാഗത്തേക്ക് ഈ ചേമ്പില്ല. ഞങ്ങൾ പണ്ട് ഇന്ന സ്ഥലത്തേക്കാണ് ചേമ്പ് എന്ന് പറഞ്ഞ സാധനം ഉള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് അധികം അറിയില്ല അതെന്താണ്, എങ്ങനെ എടുക്കണം എന്നൊന്നും. ഞാനിത് ഞങ്ങൾ പഴയ നിന്ന സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന വിത്തായിരുന്നു. ഇതിൽ 1-2 ഉണ്ടാവും. അപ്പോൾ അതെ, ആ ചേമ്പിലുണ്ടായിരുന്ന 2-3 ചേമ്പന്താൾ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ പുഴുക്കുണ്ടാക്കുമ്പോൾ ഇടാം. ഇതൊന്ന് കഴുകി നോക്കുകയാണ് ഇതിൽ ചേമ്പിൻ്റെ വിത്ത് ഉണ്ടോയെന്ന് അറിയാൻ. ഫുള്ള് മണ്ണായിരുന്നു. അതിന് അത്യാവശ്യം ചേമ്പ് വിത്ത് ഉണ്ട്. ബാക്കി ചേമ്പിൻ്റെ തടയുണ്ടല്ലോ, അത് നമുക്ക് നടാം. plant it. പറഞ്ഞാൽ നമ്മുടെ ചേമ്പൊക്കെ വലുതാവണുള്ളൂ കേട്ടോ. എന്നാലും ഒരാഗ്രഹത്തിന് നമുക്ക് ഉപയോഗിക്കാൻ ഇത്. അപ്പോൾ നമ്മൾ പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേമ്പന്താള്, ചേമ്പ്, പച്ചവാഴക്ക, കപ്പ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മമ്പയർ ഇടണമല്ലോ, മമ്പയറല്ല വൻപയർ ഇടണമല്ലോ. അപ്പോൾ വൻപയർ ഇവിടെ പച്ചക്കുള്ളതുണ്ട്, ഉണങ്ങിയതില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വൻപയർ പച്ച കുരുകളുണ്ടല്ലോ അത് ഇടാന്ന്. അങ്ങനെ അതൊക്കെ ഇട്ട് വെച്ച് ഞാൻ നല്ലൊരു പുഴുക്കുണ്ടാക്കിയിട്ടുണ്ട്. അതായത് അസ്ത്രം എന്ന് പറയണത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്നെ കാണാൻ വന്ന സിസ്റ്റർമാർ കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ സീതപ്പഴവും പേരയ്ക്കയും പഴവും ഒക്കെ സിസ്റ്റർമാരെന്ന് പറയുന്നത് ഇവിടെ അടുത്ത് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ പോയിട്ടുണ്ടെങ്കിലും സിസ്റ്റർമാരുണ്ട്. മലയാളി സിസ്റ്റർമാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ തോട്ടത്തിൽ ഒരുപാട് പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ. അപ്പോൾ സിസ്റ്റർമാരുടെ തോട്ടത്തിലുണ്ടായിട്ടുള്ള സീതപ്പഴമാണിത്. പേരയ്ക്കാണെങ്കിലും അടിപൊളിയാണ്. സീതപ്പഴത്തിനൊക്കെ നല്ല മധുരമാണ് കേട്ടോ. കാരണം നമ്മൾ നാച്ചുറലി ഉണ്ടാക്കണ, കുറേ വിഷം അടിച്ചിട്ടോ രാസവളങ്ങൾ ഇട്ടിട്ടോ ഒന്നും ഉണ്ടാക്കുന്നതല്ല. അത്രയും നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ അതിനൊക്കെ നല്ല മധുരമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത്, ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എന്താ പറയുക, നമ്മുടെ സീതപ്പഴമൊക്കെ കഴിക്കാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്നതിന് ഇത്ര മധുരം ഉണ്ടാവില്ല. പിന്നെ നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. സിസ്റ്റർമാരെന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, വ്ളോഗിനെ പറ്റിയിട്ടൊന്നും. നമുക്കെപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കില്ലല്ലോ, ചില സമയത്ത് നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നേരം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സിസ്റ്റർമാർ ഇതെല്ലാം കൊണ്ടു തന്നതിന് കേട്ടോ. നമ്മളെ സ്വന്തം ആൾക്കാരെ പോലെ കണ്ട് ഈ സമയത്ത് നമ്മളെ വന്നൊന്ന് കാണാനൊക്കെ കാണിച്ചത്, എന്താ പറയുക, ഒരുപാട് സന്തോഷം. നമ്മുടെ ഫാമിലി ആയിട്ട് എല്ലാവരും
നമ്മളെ ഫാമിലി പോലെയാണ് സിസ്റ്റർമാരെന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് കാണിച്ചതാണ്. അപ്പോൾ അത് നമ്മൾ പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളായിട്ടാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. വാഴയ്ക്കയും ഇത് പിള്ളച്ചേട്ടൻ കൊണ്ടുതന്നത് കേട്ടോ. പച്ചവാഴയ്ക്കയും കപ്പയും ചേമ്പും താളൊക്കെ നമ്മളെ സംഭവങ്ങളും അങ്ങനെയൊക്കെ വെച്ച് സെറ്റാക്കി ഫുഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ആയപ്പോൾ അരനായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം എനിക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കാമെന്ന് വിചാരിച്ചു. വെയിറ്റ് എത്രത്തോളം ഉണ്ടാവുന്നത്. ഇത് ഫൈനലായിട്ട് നമ്മൾ അടുക്കി വെക്കുന്നതല്ല, ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തിനാ ഇത്രയധികം ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്നതെന്ന്. ഞാൻ ഏകദേശം 1.5 ഇയർ, അതായത് 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തിരിച്ച് മലാവിലേക്ക് ഉണ്ടാവുള്ളൂ. കാരണം കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് നമ്മൾ പോകുമ്പോൾ ഇത്രയും ഉള്ളിലേക്കൊക്കെ താമസിക്കില്ല. ഇവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസൊക്കെ കുറവാണ് ഗ്രാമങ്ങളിൽ. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ ചെറിയ പനിയോ ജലദോഷമൊക്കെ ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ 100 കിലോമീറ്ററിലധികം പോകണം. അപ്പോൾ അതൊക്കെ വളരെ റിസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നാട്ടിൽ പോയാലും ഇപ്പം അടുത്തൊന്നും മലാവിയിലേക്ക് ഉണ്ടാവില്ല. കുറച്ച് 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവുള്ളൂ. അപ്പം ഞാനിത് ഇപ്രാവശ്യം പുതിയത് വാങ്ങിയ ഡ്രസ്സുകളൊക്കെയാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഫിറ്റ്, അതായത് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളാണ്, ഭയങ്കര ടൈറ്റൊന്നുമല്ല. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് എത്രത്തോളം വെയിറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അരുണേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം 2, 3, 4 ദിവസങ്ങളിൽ എടുത്തിട്ടുള്ള ഓരോരോ വീഡിയോസാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വ്ളോഗിൽ വരാം കേട്ടോ. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.